കട്ടിംഗ് സൗത്ത് നടത്തിപ്പിനായി സംഘാടകർ കനേഡിയൻ ഫണ്ടിംഗ് സ്വീകരിച്ചിരുന്നു. ഇത് വിദേശകാര്യ മന്ത്രാലയം അറിയാതെ എന്ന വാർത്തയാണ് വരുന്നത്. കനേഡിയൻ ഹൈക്കമ്മീഷനുമായി സ്പോൺസർഷിപ്പ് കരാറുണ്ടാക്കി സംഘാടകർ കൈപ്പറ്റിയിരുന്നത് $4000 ആയിരുന്നു. ഇതിന് അനുമതി തേടിയിരുന്നില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഫണ്ടിങ്ങിന്റെ രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ഗൗതം, എന്തായാലും വ്യക്തമായി ചിത്രം, കാരണം വിദേശ സഹായം കൈപ്പറ്റിയത് അനുമതിയില്ലാതെയാണ്, അതായത് നിയമവിരുദ്ധമെന്ന് സാരം. അനു, കട്ടിംഗ് സൗത്ത് നേരത്തെ തന്നെ വലിയ വിവാദമായ ഒരു വിഷയമാണ്. കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിൽ എറണാകുളത്ത് നടന്ന കട്ടിംഗ് സൗത്ത് ഭാരതത്തിലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ വിഭജിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉള്ളതാണ് എന്ന വിമർശനം വിവിധ കോണുകളിൽ ഉയർന്നു. പിന്നീട് അതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന പേരിൽ ഡൽഹിയിലും തിരുവനന്തപുരത്തും ഉൾപ്പെടെ പൊതുപരിപാടികൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ നടത്തിയത്. എന്തായാലും കട്ടിംഗ് സൗത്തിന്റെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു രേഖയാണ് ജനം ടിവിക്ക് ലഭിച്ചിട്ടുള്ളത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് നൽകിയിട്ടുള്ള RTIയിൽ കൃത്യമായി തന്നെ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത് ഈ കാനഡയിൽ നിന്നും ലഭിച്ചിട്ടുള്ള, കനേഡിയൻ ഹൈക്കമ്മീഷനിൽ നിന്നും ലഭിച്ചിട്ടുള്ള $4000 സംബന്ധിച്ച് തങ്ങൾക്ക് അറിയില്ല എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം രേഖയായി തന്നെ അറിയിച്ചിരിക്കുന്നു. അതായത് FCRA നിയമം അനുസരിച്ച് വിദേശത്ത് നിന്നും ഫണ്ട് സ്വീകരിക്കണമെങ്കിൽ, അത് NGOകൾക്കെന്നല്ല, ഏതൊരു വ്യക്തിക്കും വിദേശ ഫണ്ട് സ്വീകരിക്കണമെങ്കിൽ കൃത്യമായി തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതി വേണം. FCRA നിയമം കൃത്യമായി തന്നെ ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ നഗ്നമായ ലംഘനമാണ് ഈ കനേഡിയൻ ഹൈക്കമ്മീഷൻ മുഖേന $4000 കൈപ്പറ്റിയത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കട്ടിംഗ് സൗത്തിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകർ കേരള മീഡിയ അക്കാഡമിയാണ്. കേരള മീഡിയ അക്കാഡമി ഈ വിഷയം വിവാദമായതോടുകൂടി പറഞ്ഞിരുന്നത് കട്ടിംഗ് സൗത്തിൻ്റെ മുഴുവൻ സ്പോൺസർഷിപ്പും തങ്ങൾ തന്നെയാണ്, അതായത് 44 ലക്ഷത്തിനടുത്ത് രൂപയാണ് ചെലവായത് എന്ന വിശദീകരണം നൽകുമ്പോൾ ന്യൂസ് മിനിറ്റ്, അതോടൊപ്പം തന്നെ ന്യൂസ് ലോണ്ടറി തുടങ്ങിയ മീഡിയകൾ സംബന്ധിച്ച് കേരള മീഡിയ അക്കാഡമി അതുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശവും നടത്തുന്നില്ല. പക്ഷേ ഈ ന്യൂസ് ലോണ്ടറിയും ന്യൂസ് മിനിറ്റും ഉൾപ്പെടെയുള്ള മാധ്യമം സംവിധാനങ്ങൾ ഈ കനേഡിയൻ ഹൈക്കമ്മീഷനിൽ നിന്നും ഇത്തരത്തിൽ $4000 കൈപ്പറ്റി എന്നതിന് കൃത്യമായ രേഖകളുണ്ട്. അത് കട്ടിംഗ് സൗത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പൈസ കൈപ്പറ്റിയിരിക്കുന്നതും എന്നും കൃത്യമായി തന്നെ വിവരം നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. അതിനാൽ രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, മീഡിയ അക്കാഡമി ഇപ്പോൾ പറയുന്നത് തങ്ങൾ ഒറ്റയ്ക്കാണ് ഈ പരിപാടി നടത്തിയത് എന്ന് പറയുന്നു. അതേസമയം തന്നെ കട്ടിംഗ് സൗത്തിൻ്റെ പേരിൽ ഇത്തരത്തിൽ കനേഡിയൻ ഹൈക്കമ്മീഷൻ മുഖേന $4000 ഈ പറയുന്ന മറ്റ് മാധ്യമങ്ങൾ കൈപ്പറ്റുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇത് എവിടെ ചെലവാക്കി എന്നത് സംബന്ധിച്ചുള്ള ചോദ്യം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിക്കുന്നതാകട്ടെ ഇത്തരം ഒരു പണം വിദേശത്ത് നിന്നും കൈപ്പറ്റിയത് സംബന്ധിച്ച് തങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നതാണ്. അങ്ങനെയെങ്കിൽ അത് FCRA നിയമലംഘനവുമാണ്. അനു.